കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു റാഗിംഗ് കേസ് വന്നിരിക്കുകയാണ്. റാഗിംഗ് വീണ്ടും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ തൃപ്പൂണിത്തുറയിലെ കുഞ്ഞിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. മിഹിറിന്റെ പ്രശ്നം ഇവിടെ ഇത് മെഡിക്കൽ കോളേജിലാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമാണ്. റാഗിംഗ് കൃത്യമായി സ്പെസിഫിക് ആയി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. 11 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. 1-ാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്നാണ് പരാതി. കോളേജ് ഹോസ്റ്റലിൽ വെച്ച ജൂനിയർ വിദ്യാർത്ഥികളെ 2-ാം വർഷ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്ന പരാതിയാണ് വന്നിരിക്കുന്നത്. ലതീഷ് ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ലതീഷ് എവിടെ? ലതീഷ് എവിടെ? ഗുഡ് മോർണിംഗ് ലതീഷ്, ഗുഡ് മോർണിംഗ്. ഇത് പരാതി വന്നതിനെ തുടർന്ന് പ്രിൻസിപ്പൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചോ? അവരിത് കണ്ടെത്തി ശരിവെച്ചോ? അങ്ങനെയായിരുന്നോ ഇപ്പോൾ ഈ 11 2-ാം വർഷ MBBS വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ ഇടയായത്? ഗുഡ് മോർണിംഗ് ശരത്, മനു. ശരത് സൂചിപ്പിച്ച പോലെ തന്നെ ആ നിലയിലാണ് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. കാരണം ഓരോ കോളേജിലും ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട്, ആൻറ്റി റാങ്കിങ് സെല്ലുകളുണ്ട്. അവർക്ക് മുന്നിലാണ് ഈ പരാതി ആദ്യമായി എത്തുക. ആ കമ്മിറ്റി വിശദമായി പരിശോധിച്ചു. ഇത് ഏകദേശം ഒരു മാസം മുമ്പ് നടന്ന ഒരു റാങ്കിങ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആഭ്യന്തര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു. അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള റാങ്കിങ് നടന്നു എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവുമായ പീഡനം 1-ാം വർഷ MBBS വിദ്യാർത്ഥികൾക്ക് ഏറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാരീരിക പീഡനം ആ രീതിയിൽ വലിയ മർദ്ദനം എന്നുള്ള രീതിയിലൊന്നും നടന്നതായും അറിവില്ല. എങ്കിലും ചെറിയ തോതിലുള്ള ശാരീരിക പീഡനം ഉണ്ടായിട്ടുണ്ട്. മാനസികമായുള്ള പീഡനമായിരുന്നു പ്രധാനമായും കുട്ടികളെ കൊണ്ട് പാട്ടുപാടിക്കുക, ആ രീതിയിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഈ റാഗിങ്ങിന് ഇരയായത്. മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികളാണ് റാഗ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 1-ാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത 2-ാം വർഷ MBBS വിദ്യാർത്ഥികളായ 11 പേർക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. ഈ 11 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഉത്തരവിറക്കിയത്. ഈ പരാതി സ്വാഭാവികമായും പോലീസിന് കൈമാറേണ്ടതുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ പോലീസാണ് സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടും കോളേജ് സ്വീകരിച്ച നടപടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് പ്രിൻസിപ്പൽ കൈമാറിയിട്ടുണ്ട്. ഇനി കേസെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക പോലീസായിരിക്കും. പോലീസ് പ്രാഥമികമായ വിവരങ്ങൾ ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലേക്ക് ഈ വിഷയം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ആ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചയാണ് ഇത്തരത്തിലൊരു റാഗ് ചെയ്തു എന്നുള്ള നിലയിലേക്ക് വിവരങ്ങൾ പുറത്തെത്തിക്കാൻ ഇടയായത്. അതിൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയും അതിലാണിപ്പോൾ നടപടി വന്നിരിക്കുന്നത്. തുടർ നടപടികൾ സ്വാഭാവികമായും പോലീസാകും സ്വീകരിക്കുക. ശരത്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണിത്. ഇനി ക്രിമിനൽ കേസാണ് വരാൻ പോകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറാൻ പോകുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തരത്തിലും റാഗിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൊടും പാതകത്തിലേക്ക് പോകാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നൊരു ശക്തമായ സന്ദേശമാണ് ഈ നടപടി. ഒരു കാലത്ത് കുറഞ്ഞു വന്നിരുന്നത് നിരോധിക്കപ്പെട്ട ഒരു സാധനമാണ്. വളരെ ശക്തമായി തന്നെ നിയമപരമായി അതിനെ നേരിടേണ്ടി വരും. അവസാനിപ്പിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ പുതിയ കുട്ടികളൊക്കെ വന്ന് ഇവിടെ ഒരു കാര്യം ഓർക്കണം, നാളെ നമ്മളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാരാണേ ഈ പഠിച്ചിറക്കുന്നവരെ. അവരാണ് ഈ ക്രൂരമായ മനസ്സ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടി. അതുകൊണ്ട് വളരെ ശക്തമായി അത് മാതാപിതാക്കൾ, രക്ഷിതാക്കൾക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ എല്ലാവർക്കും ഇതേക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാകാൻ ഇത്തരം വാർത്തകൾ, വിവരങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ആളുകളുടെ അടുത്തേക്ക് എത്തുന്നത് നന്നായിരിക്കും.